ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ച ആ ഫാക്ടറിലേക്ക് വന്നാൽ ആരാകണം മുഖ്യമന്ത്രി? 33% പേർ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ 21% പേർ വി ഡി സതീശൻ എന്ന് പറയുന്നത്. അതിന് കാരണം ഒരു സിംഗിൾ CM ഫിഗറിനെ കോൺഗ്രസ് ഉയർത്തി കാണിച്ചിരുന്നില്ല. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരിൽ വി ഡി സതീശനാണ് താനും. അപ്പോൾ പിണറായി വിജയൻ എന്ന ഒരാളെ മുൻനിർത്തി LDF വോട്ട് തേടി UDF അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ അത് UDF ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? അത് UDF ഒരു പരിധിവരെ UDF സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. ഒരു പടലപിണക്കം UDF നമുക്കറിയാമല്ലോ, UDF വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ആ ഒരു കെട്ടുറപ്പില്ലായ്മ അല്ലെങ്കിൽ കൃത്യമായ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയാൽ അത് അപകടമാകും, പരസ്പരം ഈവൻ ഔട്ട് ചെയ്തു പോകും എന്ന ഒരു ധാരണ, അത് തീരെ തെറ്റായ ധാരണയൊന്നുമല്ല, അങ്ങനെ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് UDF ഒരു പോൾ പ്ലാങ്ക് എന്ന് പറയുന്നത് ടീം UDF എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക നേതാവില്ല. അതുകൊണ്ടാണ് ആകെ UDF ലഭിച്ച 45%, അത് ആക്സിസ് മൈ ഇന്ത്യയുടെ മാത്രം കണക്കാണ്, 45, മറ്റൊന്നും അങ്ങനെ തിരിച്ചു പറയുന്നില്ല. ആക്സിസ് മൈ ഇന്ത്യയുടെ 45% എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് 9%, വി ഡി സതീശന് 21%, രണ്ടും കൂടി ചേർക്കും 30%, പിന്നെ പലർക്കുമായി ശതമാനങ്ങൾ. ഇങ്ങനെ ചെറിയ 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 പല കാരണങ്ങൾ 5, 4, 5 പേർക്ക് വേണ്ടി UDF വീതിച്ചു പോവുകയാണ്. അതേഴ്സ് എന്ന കാറ്റഗറിയിൽ 11 ഉണ്ട്. അതൊരു പക്ഷേ BJP ആകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ UDF 45-ലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ കളക്റ്റീവ് സപ്പോർട്ട് എത്തുന്നു. പക്ഷേ 39% LDF ഒരു പ്രൊജക്റ്റഡ് ടാലി, വോട്ട് ഷെയർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ വോട്ട് ഷെയറിൽ നിന്നും ഒരു 6% കുറവാണ്, അല്ലെങ്കിൽ 6% കുറവാണ് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത്. 33%, ശൈലജ ടീച്ചറിന് 3-4% ലഭിക്കുന്നു. അതെല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ LDF ലഭിച്ച 39-ലേക്ക് അവിടെയും എത്തുന്നു. അത് പക്കാ പൊളിറ്റിക്കലാണ്. അത് കൃത്യമായി പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അഡ്വാൻറ്റേജ് എന്നോ ഡിസ്അഡ്വാൻറ്റേജ് എന്നോ പറയേണ്ട കാര്യമില്ല. വി ഡി സതീശന് 23% പിന്തുണ മാത്രമേ ഉള്ളൂ എന്നല്ല, അത് വി ഡി സതീശനാണ് എന്ന് ആരും പറയുന്നില്ലല്ലോ. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, ഷാഡോ ക്യാബിനറ്റിന്റെ പ്രധാനമന്ത്രി അല്ലെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഈ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന് അനുകൂലമായി കൂടുതൽ പേരും ഒരുപക്ഷെ കോൺഗ്രസ് സപ്പോർട്ടേഴ്സിന്റെ നിഷ്പക്ഷമതികളുടെ ഒരു നല്ല പങ്ക് അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാകാം. അതായിരിക്കും ആ നമ്പർ കാണുന്നത്. അല്ലാതെ അത് LDF വിജയം, പിണറായി വിജയന് 33% കിട്ടിയത് കൊണ്ട് മറ്റു എല്ലാവരേക്കാൾ ഏറെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നു, അതുകൊണ്ട് LDF വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം LDF പ്രസക്തിയെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ച് നിന്നത്. LDF ഓൾ ഇന്ത്യ പ്രസക്തി അത് തീർച്ചയായും അവിടെ റെലവൻ്റ് ആണ്. വിവിധങ്ങളായ പോരാട്ടം, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കർഷക പോരാട്ടത്തിന് ഉൾപ്പെടെ നിന്നതാണ്. ഈ കർഷക സമരത്തിന് പഞ്ചാബിൽ ഉൾപ്പെടെ LDF റോൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും സീറ്റുകൾ ലഭിക്കുന്നില്ല. ഇനി സീറ്റ് ലഭിച്ചത് എവിടെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ 4 ജയിക്കാൻ കഴിഞ്ഞത്. 1 മാത്രമേ കേരളത്തിലുള്ളൂ. ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള കേരളത്തിൽ 1 സീറ്റേ ഉള്ളൂ. 2 DMKയുടെ കെയർ ഓഫിൽ കൂടിയാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചതാണ്. 1 കോൺഗ്രസിന്റെ കൂടെ സപ്പോർട്ടിൽ രാജസ്ഥാൻ ലഭിച്ചതാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ പ്രസക്തി നഷ്ടപ്പെടുന്നോ എന്ന് ചോദിച്ചാൽ കോർ കോമ്പിറ്റൻസി അല്ലെങ്കിൽ കോർ വോട്ട് ഉള്ളത് ത്രിപുര, വെസ്റ്റ് ബംഗാൾ, കേരള ആയിരുന്നു. അവിടങ്ങളിൽ എവിടെങ്കിലും കാര്യമായി കാലിടറിയാൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി പോയി. മറ്റേതെല്ലാം പിഗി ബാക്ക് റൈഡിംഗ് ആണ്. രാജസ്ഥാൻ ഇടതുപക്ഷത്തിന് കിട്ടുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കിട്ടുന്നു. അത് അവർ മുഖ്യകക്ഷി ആയതുകൊണ്ടല്ല, ചില പോക്കറ്റുകൾ ഉണ്ടെന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ആ ഡിബേറ്റും ഒരുപക്ഷെ ഇതോടൊപ്പം തന്നെ ചേർന്നു. കാരണം കേരളവും ബംഗാളും ഒരുമിച്ചാണ് വോട്ടിങ്ങിന് പോയത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് LDF പൊളിറ്റിക്കൽ ഒരു റെലവൻസ് ഒരുപക്ഷെ കൂടുതൽ ആഴത്തിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഡിബേറ്റ് ചെയ്യേണ്ടി വന്നിരും. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ LDF സംഘടനാ സംവിധാനം ഇൻടാക്റ്റ് ആണ് എന്ന് തന്നെയാണ് കാട്ടുന്നത്.